ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ ഒരു ദിവസത്തെ വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ കൂടെ കുറച്ച് സമയം ഞാൻ സ്പെൻഡ് ചെയ്യാറുള്ളത്. അപ്പം അതിനൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കലും പൂക്കളും കാര്യങ്ങളൊക്കെ നോക്കലും അങ്ങനത്തെ കുറച്ച് നേരം ചെടികളുടെ ഒപ്പമാണ് കൂടുതലും രാവിലത്തെ മെയിൻ പരിപാടി. അപ്പം അത്യാവശ്യം പൂക്കളൊക്കെ ആയി വന്നിട്ടുണ്ട്. പിന്നെ ഇപ്രാവശ്യം ഫുള്ളായിട്ട് ഞാൻ ചെടിച്ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ തന്നെ കുറച്ച് തൈകൾ പറിച്ചിട്ട് മാറ്റി നട്ടതാണ്. അപ്പോൾ അത്യാവശ്യം എല്ലാത്തിലും പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി ഈ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കലും കാര്യങ്ങളൊക്കെ ചെയ്യും. എന്നിട്ടാണ് നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് മാറുന്നത്. കണ്ടോ, നല്ല രസത്തിൽ ഒരേപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സൈഡിലായിട്ട് കുറച്ച് ചെടികൾ വേറെ നട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ പയറിൻ്റെയും അമരപ്പയറിൻ്റെയും ചെടികളാണ് നട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ അത്യാവശ്യം ഒരു ഉപ്പേരി വയ്ക്കാനുള്ള രീതിയിലുള്ള അമരപ്പയറൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ടോ, മുകളിലൊക്കെ നല്ലോണം പൂവൊക്കെ വന്നിട്ടുണ്ട്, കായ്കളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഉപ്പേരി വയ്ക്കാനായിട്ട് കുറച്ച് കിട്ടാറുണ്ട് കേട്ടോ. അപ്പം അത്യാവശ്യം വെള്ളവും വളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് അത് സെറ്റായി വരുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ വാപ്പിച്ച് ഒരുപാട് ക്രാഫ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ളതൊക്കെ ആളിങ്ങനെ ഫ്രണ്ടിൽ ഹാങ് ചെയ്ത് വെക്കും. അപ്പോൾ അതിലത്തെ ഒന്നാണിത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുതിയത് ആളിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ കാണാനായിട്ട് നല്ലൊരു രസമാണ് ആളുടെ വർക്ക്. അങ്ങനെ രാവിലെ തന്നെ നമ്മൾ കിച്ചണിലേക്ക് പോവാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ജനലൊക്കെ ഒന്ന് തുറന്നിടും ഫ്രഷ് എയർ കയറാൻ വേണ്ടിയിട്ട്. പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാനായിട്ട് ഇന്ന് ഇഡ്ഡലിയാണ് ഉണ്ടാക്കാനായിട്ട് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ മാവൊക്കെ ഇവിടെ സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അത് പൊന്തി വന്നിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് 3 പേർക്കുള്ളതാണ് വേണ്ടുള്ളൂ. അപ്പോൾ അതിനുള്ളത് ഉണ്ടാക്കുകയാണ്. അപ്പം ഇഡ്ഡലി തട്ടിൽ എണ്ണ ഒഴിച്ചിട്ട് എല്ലാത്തേക്കും നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഇഡ്ഡലി നമുക്ക് ഈ തട്ടിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. ഒരൊറ്റ സമയത്ത് 12 ഇഡ്ഡലിയാണ് നമുക്കിതിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. അത്യാവശ്യം വലിപ്പമുള്ള ഇഡ്ഡലി തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരൊറ്റ പ്രാവശ്യം മാത്രമാണ് ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ. ഞങ്ങൾക്ക് അത് തന്നെ ധാരാളമാണ് ഞങ്ങൾക്ക് 3 പേർക്ക് കഴിക്കാനായിട്ട്. അപ്പം ഇഡ്ഡലി തട്ടിലേക്ക് ഫുള്ളായിട്ട് തന്നെ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മാവ് ഒഴിച്ച് ഫില്ലായതിന് ശേഷം ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നേരെ ഇഡ്ഡലി ചെമ്പിലേക്ക് ഇറക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ചെറുതാണ് ആദ്യം വെക്കുന്നത്, അതിൻ്റെ മുകളിലാണ് വലുത്. ആ ഒരു രീതിയിൽ ഇഡ്ഡലി ചെമ്പിൽ വെച്ച് പിന്നെ അത് മൂടി വെച്ച് കഴിഞ്ഞാൽ സംഭവം അവിടെ സെറ്റായിക്കോളും. കുറച്ച് നേരം അവിടെ വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് സെറ്റായി വരും. നല്ലോണം ആവി ഈ ഒരു പാത്രത്തിൻ്റെ പുറത്തേക്ക് വരും കേട്ടോ. ഈ കാണുന്ന പോലെ ആവി വരുന്ന സമയത്ത് ഇതായി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇഡ്ഡലി ഏകദേശം നല്ല രീതിയിൽ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇഡ്ഡലിയുടെ പരിപാടി കഴിഞ്ഞു. ഇത്ര മതി നമുക്ക്. പിന്നെ ഇനി വേണ്ടത് ഇതിലേക്കുള്ള ചട്നിയാണ്. അപ്പോൾ പിന്നെ തേങ്ങാ ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് തേങ്ങ എടുത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നു. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ, പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടൊന്നുമല്ല. അപ്പം ഇഡ്ഡലിയും ചട്നിയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ കണ്ടോ, ഇഡ്ഡലി ആയത് കാസറോളിലേക്ക് മാറ്റിയിടുകയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം സോഫ്റ്റായിട്ടുള്ള അടിപൊളി ഇഡ്ഡലികൾ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഇനി ഇതിലേക്കുള്ള കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്, ചട്നി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. അപ്പോൾ ചട്നി ഉണ്ടാക്കുന്നത് അതേ കടകൊക്കെ പൊട്ടിച്ച് അതിലേക്ക് തേങ്ങയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് ഞാൻ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എരിവിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. അപ്പോൾ രാവിലത്തെ ഇഡ്ഡലി ആൻഡ് ചട്നി പരിപാടി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കഴിക്കാനായിട്ട് എടുത്തത് 3 ഇഡ്ഡലിയും ചട്നിയും പിന്നെ കുറച്ച് ക്യാരറ്റും കൂടി എടുത്തിട്ടുണ്ടായി, ഒരു സാലഡ് പോലെ കഴിക്കാനായിട്ട്. അതിന് ശേഷം ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ വഴിക്കൂടെ ചെമ്മീൻ പോണ് കണ്ടത്. പിന്നെ ഒന്നും നോക്കിയില്ല, പോയി മേടിച്ചു. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് ചെമ്മീൻ. അപ്പം കഴിക്കാൻ തോന്നിയപ്പോൾ വളരെ കുറച്ചൊന്ന് ഫ്രൈ ചെയ്ത് കഴിക്കാമെന്നുള്ള രീതിയിലേക്ക് പോയി മേടിച്ചതാണ്. അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു കുഞ്ഞു കോഴിക്കുട്ടി അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. മൂപ്പരാൾ ഞാൻ ഇട്ട് കൊടുക്കുന്നതൊക്കെ ഭയങ്കര ഫാസ്റ്റിൽ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ചെമ്മീനൊക്കെ നന്നാക്കി അത് നല്ല രീതിക്ക് തന്നെ ഞാൻ വിചാരിച്ച രീതിയിൽ എനിക്ക് ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ഇതിലും ഒന്നുകൂടി കാണിക്കണമെന്നുള്ളൂ കേട്ടോ. വളരെ ഈസിയാണ് ചെമ്മീൻ നന്നാക്കാനും അതുപോലെ ഫ്രൈ ചെയ്യാനൊക്കെ. കഴിക്കാനാണെങ്കിൽ ഭയങ്കര ടേസ്റ്റുമാണ്. അപ്പോൾ ചെമ്മീൻ ഇഷ്ടമില്ലാത്തവർ നമ്മളുടെ ഇടയിൽ കുറവായിരിക്കും. എന്തായാലും സംഭവം അടിപൊളിയാണ്. പിന്നെ അത്ര വലിയ ചെമ്മീനല്ലാത്തതുകൊണ്ട്
ഇങ്ങനെ എടുത്ത് കളയേണ്ട ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഇല്ല. വലിയ വലിയ ചെമ്മീനിലാണ് ഇടണ്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ മസാല തയ്യാറാക്കാനായിട്ട് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ അതിലേക്ക് കുറച്ച് ഫിഷ് മസാല, കുറച്ച് കുരുമുളക് പൊടി, എന്നിട്ട് ഒരു കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഞാൻ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ നന്നാക്കി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുകയാണ്. അങ്ങനെ മസാലയൊക്കെ പരട്ടിയിട്ട് കുറച്ച് നേരം ചെമ്മീൻ മാറ്റി വെച്ചു. എന്നിട്ട് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇടയ്ക്ക് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം നല്ല ചൂടുള്ള എണ്ണയിലേക്ക് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് തട്ടുമ്പോഴാണ് അതൊന്ന് ചെറിയ രീതിയിൽ പൊട്ടിത്തെറിക്കുന്നത്. അപ്പോൾ ചെറുതായിട്ട് മാറി നിൽക്കണം ഇത് ചെയ്യുന്ന സമയത്ത്. ഇതെന്നല്ല, നമ്മളെപ്പോഴും ഗ്യാസിൽ തീയിലൊക്കെ പണിയെടുക്കുമ്പോൾ ഒന്ന് കെയർഫുള്ളായിട്ട് വേണം ചെയ്യാനായിട്ട്. അങ്ങനെ ഓരോ ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ രണ്ട് സൈഡും നല്ലോണം മൊരിയിച്ച് തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു സൈഡ് നല്ലോണം മൊരിഞ്ഞു. പിന്നെ ഓരോന്നോരോന്ന് ഇതുപോലെ മറിച്ച് തരണം കേട്ടോ. നമ്മൾ ചെമ്മീൻ നന്നാക്കുന്ന സമയത്തുള്ള അത്രയ്ക്കൊന്നും ഉണ്ടാവില്ല, നന്നാക്കി കഴിയുമ്പോൾ വളരെ കുറയും. അപ്പം സാധാരണ ഞാൻ എല്ലാ ഭാഗവും അതിൻ്റെ കളഞ്ഞെടുക്കാറുണ്ട്. ചില ആളുകളൊക്കെ അതിൻ്റെ വാലൊക്കെ എടുക്കാറുണ്ട്, തല എടുക്കാറുണ്ട്, അങ്ങനെ ചെയ്യണവരുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ചെമ്മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ചെയ്യാറുള്ളത്. അപ്പോൾ നന്നായിട്ട് മൊരിച്ചെടുക്കുന്നുണ്ട്. ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ തന്നെ നല്ല മണമാണ് കേട്ടോ ഈ ചെമ്മീനൊക്കെ പൊരിച്ച് ആ ഒരു ടൈമിൽ. ഇപ്പം തന്നെ എനിക്ക് കൊതി വരുന്നത് പറയുമ്പോൾ തന്നെ. ഓക്കെ, അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ പൊരിച്ചെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇങ്ങനെ ചെമ്മീനൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇക്ക വിളിച്ച് പറഞ്ഞത് വേഗം റെഡിയായിക്കോ, ഒരു ഷൂട്ടുണ്ട്, സേവ് ദ ഡേറ്റ് ഷൂട്ടിന് പോകാണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വേഗം റെഡിയായി നേരെ അങ്ങോട്ട് പോയി. ഞാനുള്ളത് ആറാട്ടുപുഴയിലുള്ള നീലാംബരി എന്ന് പറയുന്ന ഒരു റിസോർട്ടിലാണ്. ഇന്ന് സേവ് ദ ഡേറ്റ് ഷൂട്ടിന് വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഫുൾ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഇക്കുൻ്റെ ഫ്രണ്ടിൻ്റെ സേവ് ദ ഡേറ്റ് എടുക്കാനായിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, അധികം ദൂരമില്ല ഇങ്ങോട്ട്. അപ്പം ഇവിടെ വന്നപ്പോൾ ഞാൻ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഫുള്ളായിട്ട് ഷൂട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ നമുക്ക് സേവ് ദ ഡേറ്റിൻ്റെ ആ ഒരു ഷൂട്ടിങ്ങും കാര്യങ്ങളുടെ ഇടയിൽ എനിക്കത് എടുക്കാൻ പറ്റിയില്ല. അത് ഞാൻ ഇപ്പോഴേ പറയാം. ഞാൻ ഭയങ്കര ഹൈപ്പിൽ ഓരോ വീഡിയോ ഒക്കെ എടുത്ത് സെറ്റായി വന്നതായിരുന്നു. പക്ഷേ അവസാനം എപ്പോഴത്തേനെല്ലാം കോടായി എൻ്റെ കയ്യിൽ നിന്ന്. ഇതുപോലെ നമുക്ക് ഇവിടെ ഗെയിംസ് കളിക്കാം. അതുപോലെ ചെറിയ ചെറിയ ഫങ്ഷൻസ് ഉണ്ടെങ്കിലൊക്കെ ഈ ഒരു ഹാളിൽ വെച്ചിട്ടാണ് നടത്താറ്. ചെറിയ രീതിയിലുള്ള റിസപ്ഷൻ, ബർത്ത്ഡേ ഫങ്ഷൻസ് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയയിലാണ് എല്ലാ ഫങ്ഷൻസും നടത്താറുള്ളത് കേട്ടോ. അപ്പോൾ ഒരുപാട് അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. നമുക്ക് നല്ല രസമാണ്, നല്ല ട്രഡീഷണൽ ലുക്കാണ് കേട്ടോ ഇവിടെ മൊത്തത്തിൽ. എനിക്ക് കണ്ടറിയാം. ഇവിടെയാണ് സ്റ്റേജിൻ്റെ ഭാഗം. ഇത് നമുക്ക് പല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് അടിപൊളിയായിട്ട് എടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ ബാക്കിൽ നമുക്ക് ഒരുപാട് സെലിബ്രിറ്റീസും കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണ്. ഫോട്ടോഷൂട്ട് നടക്കാറുണ്ട്. അങ്ങനെ ഒത്തിരി അടിപൊളി കാര്യങ്ങൾ നടക്കുന്ന ഒരു സ്പോട്ടാണിത്. അപ്പോൾ നിങ്ങളിവിടെ വരിക, എൻജോയ് ചെയ്യുക, തകർക്കുക. ജിത്തു ചേട്ടൻ്റെ സേവ് ദ ഡേറ്റ് ഷൂട്ട് ചെയ്യാനായിട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇക്കുനെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് ഞാൻ കൂടെ വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ വിചാരിച്ചു ഇവിടുത്തെ ഫുൾ വീഡിയോ ഒക്കെ എടുക്കാമെന്നുള്ളതിലാണ് ഞാൻ വന്നത്. പക്ഷേ എല്ലാം കുളമായി. അപ്പം അവർ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയ ടൈമിൽ ഞങ്ങൾ ഈ റിസോർട്ടിൻ്റെ ഒരു ബാക്ക് സൈഡായിട്ടുള്ള ഈ ഒരു ഭാഗത്താണ് ഇങ്ങനെ ഒരു അടിപൊളി വൈബുള്ളൊരു സ്ഥലം കേട്ടോ. അപ്പം ഇവിടെ ട്രീ ഹൗസ് ഉണ്ട്, അതുപോലെ ഊഞ്ഞാലുണ്ട്. നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സൂപ്പറായിട്ടുള്ളൊരു സ്പോട്ടാണ്. അപ്പം ഞാൻ കുറേ നേരം ഇവിടെ വന്നിരുന്നു. പിന്നെ 1 hourനായിരുന്നു നമ്മുടെ ഈ ഒരു റിസോർട്ട് നമ്മൾ ഫോട്ടോഷൂട്ടിനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യണം. അപ്പം 1 hourന് 1000 രൂപയാണ് ചാർജ് വരുന്നത്.
അപ്പോൾ ആ ഒരു ടൈമിൽ സത്യം പറഞ്ഞാൽ എനിക്ക് എല്ലാതും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ ഷൂട്ടിന് വന്ന കാരണം അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പോയി. അപ്പോൾ പിന്നെ ഇനിയും ഇങ്ങോട്ട് വരും, അപ്പോൾ എപ്പോഴെങ്കിലും ഒരു ദിവസം ഫുള്ളായിട്ട് എടുക്കാമെന്ന് വിചാരിക്കണം. ഇപ്പോൾ ഇവിടെ ഒരുപാട് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പുതിയ ഒരുപാട് മാറ്റങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സെലിബ്രിറ്റീസും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്ന് ഷൂട്ട് ചെയ്യാറുള്ളതാണ്. നമ്മുടെ അസ്വി ചേച്ചി ഇവിടെ വന്നിട്ട് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ ക്യാമറാമാൻ ഇതേ ജിമ്പലൊക്കെ പിടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം സിമ്പിളായിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നത്, തൊട്ടടുത്താണല്ലോ, അറിയുന്ന സ്ഥലമാണ്. അപ്പോൾ ഫുൾ വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം. Love is always patient and kind. It is never jealous. Love is never boastful or conceited. It is never rude. It does not take offense. അങ്ങനെ സേവ് ദ ഡേറ്റിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ കടയ്ക്കാണ് പോയത്. അവിടെ പോയിട്ട് കോപ്പി ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ കടയൊക്കെ ഒന്ന് മൊത്തത്തിൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിക്കും കൂടിയിട്ട് ഫുൾ ക്ലീനിങ്ങും പരിപാടികളൊക്കെ ചെയ്തു. അതിനുശേഷം ഞങ്ങൾ വീട്ടിൽ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അതിന് മുന്നേ ജസ്റ്റ് ഞാൻ കടയുടെ മൊത്തം ഒരു ഇത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. 1-2 വീഡിയോയിൽ ഞാൻ കടേനെ കാണിച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഷോപ്പ്, പുറത്തുശ്ശേരിയിലാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വർക്ക് റിലേറ്റഡ് ആയിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്യണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അതിൽ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. കടയൊക്കെ പൂട്ടിയിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാനായിട്ടൊരു ഷോപ്പിൽ കയറിയതാണ്. കണ്ടോ, എൻ്റെ കിളി പോയി. ഞാൻ വിചാരിച്ച ഗ്ലാസ് എൻ്റെ കയ്യിൽ നിന്ന് തട്ടി പൊട്ടിപ്പോകുന്നുള്ളത്. ഞാൻ ശരിക്കും പേടിച്ചു എന്ന് പറഞ്ഞാൽ ശരിക്കും പേടിച്ചു. അപ്പോൾ കുറച്ച് ലൈറ്റായിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചത്. ലൈമും പിന്നെ എന്തോ ലൈറ്റായിട്ട് സ്നാക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് ഞാൻ വീട്ടിൽ പോവാണ്. പിന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഞാൻ വീട്ടിൽ ചെന്നിട്ട് പള്ളി കാണാം കേട്ടോ. അപ്പോൾ ചെറിയതായിട്ട് പോകും. ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിൻ്റെ ഫ്രണ്ടിലുള്ള ഈ ഒരു ചെറിയ റെസ്റ്റോറൻ്റാണ് കേട്ടോ ഇത്. അപ്പം ഇവിടെ അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പം ഞാൻ ലൈമാണ് ഓർഡർ ചെയ്തത്. പിന്നെ ഇക്കു ഷവർമ ഓർഡർ ചെയ്തിട്ടുണ്ടായി. അപ്പം ഭയങ്കര ടേസ്റ്റുള്ള ഷവർമയായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടുപേരും 2 വെറൈറ്റി ഫ്ലേവേഴ്സാണ് ഓർഡർ ചെയ്തത്. അപ്പം അതൊക്കെ കഴിച്ചു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ വീട്ടിൽ പോകുന്ന സമയത്ത് KFC മേടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവിടെ ഇന്ന് സ്പെഷ്യൽ ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ 12 പീസിന് 300 സംതിങ് ആ ഒരു റേഞ്ചിലാണ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതും കൂടി മേടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാതെ വരേക്കും ബൈ ബൈ.